കാപ്പ് മല കണ്ട പൂങ്കാറ്റ്. ആ പാട്ടൊക്കെ പാടാറുണ്ട്. കാപ്പുമല, നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലേ? ആ, കാപ്പുമല എന്ന് പറഞ്ഞിട്ടൊരു മലയൊക്കെ ഉണ്ട്. ആ മല പാട്ടിലൊക്കെ പറയാറുണ്ട്. അതിന്റെ അറബിയിലുള്ള പേരാണ് നമ്മൾ വായിച്ചത്, ജബലുൻ. ജബലുൻ. നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയപ്പോ കണ്ടില്ലേ? ജബലുൻ. നമുക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് അതാ താഴെ ഒരു പുള്ളി ഇട്ടു. താഴെ ഒരു പുള്ളി ഇട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ജബലുൻ എന്ന് നമ്മളെ ബോർഡിൽ എഴുതിയപ്പോ താഴെ ഒരു പുള്ളി ശ്രദ്ധിച്ചില്ലേ? എല്ലാരും കണ്ടില്ലേ ഒരു പുള്ളി? ആ പുള്ളി കണ്ടിട്ട് ബാക്ക്, അതാ ബാക്ക് എന്ന് പറയുമ്പോ എല്ലാവരും ചിരിക്കുന്നുണ്ട് അല്ലേ? ബാഹിന് പുള്ളി ഒന്നാണ്, അത് താഴെയിടണം എന്നാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ജീം. ജീമിന് എത്ര പുള്ളി വേണം? ഒരു പുള്ളി വേണം. അത് എവിടെയാണ് നമ്മൾ പുള്ളി ഇടേണ്ടത്? താഴെ. നല്ല കുട്ടികളാണ് നിങ്ങൾ. ബോർഡിലേക്ക് നിങ്ങൾ എല്ലാവരും നോക്കണം. ഞാൻ ഉസ്താദ് ജ എന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ജ എന്ന് എഴുതിയത് കണ്ടു. തൊട്ടടുത്ത് വീണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഇങ്ങനെ എഴുതിയിട്ട് കണ്ടോ? പുള്ളിയിട്ടിട്ട് കെസ്റ് ചേർത്തു. ജി. എന്താ അത് വായിക്കാൻ? ജി എന്ന് വായിച്ചു. വീണ്ടും ബോർഡിലേക്ക് തന്നെ ശ്രദ്ധിക്കണം. ജി. അതിന്റെ തൊട്ടടുത്ത് നോക്ക്. വീണ്ടും ജു എഴുതിയിട്ടുണ്ട്. തൊട്ടടുത്ത് വീണ്ടും ഒരക്ഷരം കൂടെ എഴുതിയിട്ട് ഉണ്ട്. പത്ത് ഇല്ല, കെസ്റ് ഇല്ല, ലൊമ്മും ഇല്ല. നമ്മൾ ആ അക്ഷരത്തിനെ എങ്ങനെ വായിക്കും? ജി. ജി. നിങ്ങൾ ബോർഡിൽ കണ്ടില്ലേ? ജ എന്ന് ഞാൻ എഴുതിയത് കണ്ടോ? ജി എഴുതിയത് കണ്ടോ? ജു എഴുതിയത് കണ്ടോ? ജി എഴുതിയത് കണ്ടോ? എല്ലാവരും കണ്ടു. നമുക്ക് അതുപോലെ നമ്മുടെ പുസ്തകത്തിൽ ആ നല്ല ഭംഗിയുള്ള പച്ച നിറത്തിലുള്ള ഒരു കള്ളിയുണ്ട്, വയലറ്റ് നിറത്തിലുള്ള വേറെ ഒരു കള്ളിയുണ്ട്, മഞ്ഞ നിറത്തിലുള്ള വേറൊരു കള്ളിയുണ്ട്, നല്ല റോസ് കളറില് വേറെ ഒരു കള്ളിയുണ്ട്. ആ കള്ളികളിൽ നമുക്ക് ജ, ജി, ജു, ജി എന്ന് എഴുതി ചേർക്കാനുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യോ? നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് പുസ്തകത്തിൽ എഴുതുന്ന പെൻസിൽ കൊണ്ട്, പേന കൊണ്ട് എഴുതാൻ പറ്റൂല. എന്താണ് പേന കൊണ്ട് എഴുതാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞത്? നമുക്ക് പേന കൊണ്ട് എഴുതുമ്പോൾ തെറ്റ് സംഭവിച്ചാൽ മായ്ച്ചെഴുതാൻ പ്രയാസമാകും. പെൻസിൽ കൊണ്ട് എഴുതിയാൽ തെറ്റ് സംഭവിച്ചാൽ നമുക്കത് മായ്ച്ചിട്ട് ഭംഗിയാക്കിയിട്ട് വീണ്ടും എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ആ ഭംഗിയുള്ള കള്ളികളിൽ ഞാൻ പറഞ്ഞ അക്ഷരങ്ങൾ എഴുതണം. ആ ജ എന്ന് എഴുതണം. രണ്ടാമത്തെ കള്ളിയിൽ ജി എന്ന് എഴുതണം. മൂന്നാമത്തെ കള്ളിയിൽ ജു എന്ന് എഴുതണം. നാലാമത്തെ കള്ളിയിൽ ജീം. ഞാൻ നമ്മുടെ പുള്ളി മറക്കാതിരിക്കാനുള്ള ഒരു പാട്ട് പാടാം. പുള്ളി, ജീമിന്റെ പുള്ളി എവിടെ വേണം? താഴെ വേണം. നിങ്ങൾ മറക്കാതിരിക്കാനാണ് ഉസ്താദ് നിങ്ങൾക്ക് പാട്ട് പാടി തന്നത്.
ജീവന് പുള്ളി ഒന്നാണ്, അത് താഴെ ഇടണം എന്നാണ്. നിങ്ങൾ മറക്കുവോ? മറക്കരുത്. നല്ല കുട്ടികളാണ് നിങ്ങൾ. നമ്മളെ എപ്പോഴും പാട്ട് പാടാറില്ലേ ക്ലാസ്സിന്? അപ്പൊ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. എന്താ ഇന്നത്തെ പാട്ട് പാടാത്തതെന്ന്? നമ്മളെല്ലാരും ഒന്നിലാണല്ലോ, പാഠം പഠിക്കാൻ വന്നതാണല്ലോ. ഞാൻ പറയൂല, നിങ്ങൾ വേണം പറയാൻ. ഏത് പാഠമാണ് നമ്മൾ പഠിച്ചത് എന്ന് നിങ്ങൾ പറയണം, ഞാൻ പറയൂല. അതേ പാഠമാണ് നമ്മൾ പഠിച്ചത്. ഏതാണ് ആ പാഠം? ജബലുൻ പാഠം പഠിച്ചുവല്ലോ. നിങ്ങൾ നല്ല കുട്ടികളാണ്. ഇതുപോലെ ക്ലാസ്സിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് വേണം? ആ ഭംഗിയുള്ള കള്ളികളിൽ അക്ഷരങ്ങൾ തെറ്റുകൂടാതെ ഭംഗിയായിട്ട് വായിച്ചുകൊണ്ട് എഴുതണം. എഴുതുമല്ലോ? എല്ലാവരും എഴുതും. എഴുതിയിട്ട് ഉമ്മയെ കാണിക്കണം, ഉപ്പയെയും കാണിക്കണം, ഉസ്താദിനെയും കാണിക്കണം. ഉസ്താദിന് അയച്ചു കൊടുക്കണം. അപ്പൊ ഉസ്താദിന് വലിയ സന്തോഷമാകും. നമ്മള് എഴുതിയിട്ട് ഉസ്താദിനും കാണിച്ചു കൊടുക്കണം. അപ്പൊ ഉസ്താദിന് നല്ല സന്തോഷമാകും. ഉസ്താദ് പറയും, നല്ല മോനാണ്, നല്ല മോളാണ്, നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ഉസ്താദ് പറയും. അങ്ങനെ നല്ലതുപോലെ പഠിക്കാനും നല്ല കുട്ടികളാവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ പാഠത്തിൽ നമുക്ക് വീണ്ടും പഠിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.